രാഹുൽ മാങ്കൂട്ടത്തിലിനെ അധികം വൈകാതെ കോടതിയിലേക്ക് കൊണ്ടുവരും. അവിടെ വൈദ്യപരിശോധനയ്ക്കായി മാവേലിക്കര താലൂക്ക് ആശുപത്രിയിലാണ് എത്തിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ജയിലിന് പുറത്തും അതുപോലെ തന്നെ ആശുപത്രിക്ക് പുറത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലിജോ റോളൻസ് കൂടുതൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ലിജോ, ഇപ്പോഴും വൈദ്യപരിശോധന തുടരുകയാണോ? പുറത്ത് പ്രതിഷേധക്കാർ കാത്തിരിക്കുകയാണോ? അവിടെ നമുക്ക് പ്രതിഷേധം, അതായത് ഇപ്പോൾ ഈ കോടതിക്ക് സമീപത്തേക്ക് രാഹുലിനെ എത്തിച്ചുകൊണ്ടുവരികയാണ്. അത് വലിയ ബുദ്ധിമുട്ടിയാണ് പോലീസ് എത്തിക്കുന്നത്. ഈ പ്രതിഷേധക്കാർ കൂടെ വരുന്നത് കൊണ്ട് തന്നെ അതിൽ വലിയ രീതിയിലുള്ളൊരു ഈ ബുദ്ധിമുട്ട് പോലീസിന് അനുഭവപ്പെടാനുണ്ട്. ഇനിയിപ്പോ രാഹുലിനെ ഇപ്പോൾ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറക്കും. കോടതിയുടെ തൊട്ടടുത്തായിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനിരിക്കെ അവിടെ കോടതിയിൽ, തിരുവല്ല കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊരു നിർദ്ദേശം ഇന്നലെ കോടതിയിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് കോടതി പരിസരത്തും. പ്രതിഷേധങ്ങൾക്കിടയിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തിറക്കാൻ പോലും കഴിയാത്ത തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. ശക്തമായ സുരക്ഷ ഈ പ്രതിഷേധങ്ങളൊക്കെ കണക്കിലെടുത്ത് എല്ലായിടത്തും ഒരുക്കിയിരുന്നു. അവിടെ ജയിലിന് പുറത്തായാലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായാലും ഇപ്പോൾ ഇതാ കോടതിയിലേക്ക് എത്തിക്കുമ്പോഴും അതിശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വരികയാണ്. ലിജോ റോളൻസ് ഉണ്ട്. ലിജോ, കോടതിക്കകത്തേക്ക് കൊണ്ടുപോയോ രാഹുലിനെ? ശരി, ലിജോയിലേക്ക് വരാം. എന്തായാലും കസ്റ്റഡി അപേക്ഷ പരിഗണിക്കാനിരിക്കെ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പീഡന പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇന്ന് കസ്റ്റഡി അപേക്ഷ, അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കും. 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം. മൊഴിയെടുക്കാനുണ്ട്, വിശദമായി മൊഴിയെടുക്കാനുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഹകരിച്ചിരുന്നില്ല. ഫോണിൽ ലോക്ക് അഴിക്കാൻ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിരുന്നില്ല. അതുകൊണ്ട് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്, തെളിവെടുപ്പ് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് 5 ദിവസത്തേക്ക് MLA കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന ആവശ്യം ക്രൈംബ്രാഞ്ച് സംഘം കോടതിയെ അറിയിക്കും. എന്നാൽ കസ്റ്റഡി അപേക്ഷ അത് പരിഗണിക്കരുത്, കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കരുത് എന്ന വാദമായിരിക്കും പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നത് ഉറപ്പാണ്. എന്തായാലും ഇന്ന് എത്ര ദിവസത്തേക്കായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അന്വേഷണ സംഘത്തിന് മുൻപാകെ വിട്ടു നൽകുക എന്നതാണ് അറിയാനുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്ക് നടുവിലൂടെ ഇപ്പോൾ MLA കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ ഏതാണ്ട് ഒരു 10 മണിയോടുകൂടി അവിടെ കോടതിയിൽ നിന്ന് പുറത്തേക്കിറക്കുകയായിരുന്നു MLA. അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ചീമുട്ടയേർ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉണ്ടായി എന്നാണ് നമുക്ക്
മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതിഷേധങ്ങൾക്കിടയിലൂടെ ഇപ്പോൾ MLA കോടതിയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിജോ വിവരങ്ങൾ നൽകും. സിജോ, കോടതിക്കകത്തേക്ക് കൊണ്ടുപോയോ രാഹുൽ മാങ്കൂട്ടത്തിലിനെ? രാഹുലിനെ കോടതിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ഉണ്ടായത്. നേരത്തെ ജയിലിൽ നിന്ന് ഇറക്കുന്ന സമയത്തും കോടതിയിൽ എത്തിക്കുന്ന സമയത്തും പ്രതിഷേധം ഉണ്ടാകുകയും ചെയ്തു. കൂവി വിളിച്ചു മുദ്രാവാക്യം ഒക്കെ വിളിച്ചാണ് രാഹുലിനെ ഡിവൈഎഫ്ഐയുടെ ഒക്കെ പ്രവർത്തകർ അവിടുന്ന് കടന്നു പോകുന്ന വഴി പ്രതിഷേധിച്ചത്. പീഡന വീര രാഹുൽ എന്നാണ് വിളിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഒരു തീരുമാനം വരിക എന്നുള്ളതാണ്. ഇന്നലെ ഇത് പരിഗണിച്ചപ്പോൾ കസ്റ്റഡി അപേക്ഷ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പ്രൊഡക്ഷന്മാരുടെ ഇഷ്യൂ ചെയ്തതിനു ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും കസ്റ്റഡിയിൽ തന്നെ വിടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. കാരണം ഇന്നലെ കോടതി അക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഈ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം, പോലീസിന്റെ റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം അക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാം. ജാമ്യാപേക്ഷ പിന്നീട് പരിഗണിക്കാന്നുള്ളതാണ്. ഒരു കേസിൽ ആദ്യം കസ്റ്റഡി അപേക്ഷ വരികയാണെന്നുണ്ടെങ്കിൽ, കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും സമർപ്പിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ കസ്റ്റഡി അപേക്ഷയ്ക്കാണ് സ്വാഭാവികമായും പ്രഥമ പരിഗണന കൊടുക്കുക. ഈ കേസിൽ അതിൽ നിർണായകവുമാണ്. കാരണം ഈ പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ആ ചോദ്യം ചെയ്യലിനോട് ഒട്ട് രാഹുൽ സഹകരിക്കുകയും ചെയ്തിട്ടില്ല. പല ചോദ്യങ്ങൾ കൃത്യമായ മറുപടി നൽകുകയും ചെയ്തിട്ടില്ല. അത് നമ്മൾ റിമാൻഡ് റിപ്പോർട്ടിലൊക്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇനി അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് തെളിവെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. അതിജീവതയെ ഹോട്ടലിൽ വെച്ചാണ് ബലാത്സംഗം ചെയ്യുന്നത്. ആ ഹോട്ടലിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ അതിജീവതയെ ബലാത്സംഗം ചെയ്തതിനു ശേഷം അവരുടെ നഗ്ന ദൃശ്യങ്ങൾ രാഹുൽ ഫോണിൽ പകർത്തുകയും ചെയ്തിരുന്നു. ആ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. അതോടൊപ്പം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കുകയും ചെയ്യുന്നുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യമാണ് ചോദിച്ചിരിക്കുന്നത്. 7 ദിവസം ഇപ്പോൾ അനുവദിക്കുക എന്നുള്ള കാര്യത്തിലുള്ള സംശയമുണ്ട്. ഒരുപക്ഷെ 3-4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടതിന് ശേഷം പിന്നീട് കോടതിയിൽ ഹാജരാക്കി കൂടുതൽ ദിവസം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് അനുവദിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലനിൽക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയ ഒരു കാര്യം, രാഹുലിനെതിരായിട്ടുള്ള കേസ് നിലനിൽക്കില്ല എന്നുള്ളതാണ്. അതിന് കാരണം എന്ന് പറയുന്നത് നിലവിൽ രാഹുലിനെതിരെ ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ആ കുറ്റം നിലനിൽക്കില്ല. കാരണം ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഇരുവരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു സംഭവത്തിൽ എങ്ങനെയാണ് ബലാത്സംഗ കുറ്റം നിലനിൽക്കുക എന്നുള്ള ഒരു കാര്യമാണ് അവർ ചോദിക്കുകയും ചെയ്യുന്നത്.